കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടത്തിലാണ് അപകടം. ചുമട്ടുതൊഴിലാളികളാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 3 നില കെട്ടിടത്തിന്റെ സ്ലാബ് അടർന്നു വീണത്. കെട്ടിടത്തിന് താഴെ വിശ്രമിക്കാനെത്തിയ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന 7 പേരിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യം റിപ്പോർട്ടിന് ലഭിച്ചു. ആദ്യം ആ നടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം. കോർപ്പറേഷന്റെ പഴയ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് വളരെ പെട്ടെന്ന് ആ സ്ലാബ് അടർന്നു വീണത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ അടർന്നു വീണ സ്ലാബിനടിയിൽ ഞെരിഞ്ഞാണ് 4 തൊഴിലാളികൾ ചുമട്ടുതൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ആ സമയത്ത് ഒരാൾ ഓടി പുറത്തേക്ക് വരുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞ് 53 സമയം. ആ സമയത്താണ് ഈ ദാരുണ ദുരന്തമുണ്ടാകുന്നത്. അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ 5 പേർ കുടുങ്ങുകയായിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. 2024 പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. കോൺക്രീറ്റ് ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ പരിസരത്തുണ്ടായിരുന്ന മുഹമ്മദ് അൽഫാസ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരിക്കേനി, ഇത് നടക്കണ സമയം വരെ പെട്ടെന്ന് ഞാൻ എന്താ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉള്ളിലുണ്ടേനു അവിടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ പണിയുണ്ട് പറഞ്ഞപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് നടന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് ഞാൻ വിചാരിച്ച എന്തോ വണ്ടി എന്തോ തട്ടിയൊരു സൗണ്ടേ കിട്ടുള്ളൂ. പിന്നെ പാഞ്ഞു വരുമ്പോൾ എൻ്റെ ഒപ്പനാണ് ആദ്യം അവിടുത്തെ പുറത്തേക്ക് ഇടുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് വണ്ടിയൊന്നും കിട്ടിയില്ല. കാരണം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആംബുലൻസിനൊന്നും ആ സമയത്ത് ഇല്ല. നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളൂ. അങ്ങനെ 1-2 ഓട്ടോക്കാർക്ക് കൈയടിച്ച് ഒരു കാറാരനിക്ക് കൈയടിച്ച് ആരും വണ്ടിയൊന്നും നിർത്തിയിട്ടില്ല. അങ്ങനെ 10 ആളെ കൈയാട്ടി 2 ആളെ കിട്ടി. ആ 2 ആളുള്ള ആൾക്കാരെ വെച്ചിട്ട് വേഗം പെട്ടെന്ന് കോളേജിൽ ബീച്ചിലെത്തുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അവിടെ എത്തി. അവിടുന്ന് പിന്നെ ഒരാൾ അപ്പം തന്നെ അയക്കിനി. 2ാമത്തെ ആൾക്കെന്ന് പറഞ്ഞാൽ വലിയ അങ്ങോട്ടെല്ലാം സംസാരിച്ചൊക്കെ ചെയ്തിരിക്കും. കാരണം വെള്ളമൊക്കെ ഞാൻ കൊടുത്ത് കുടിച്ചിരുന്നു പേര്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി 3ാമത്തെ ഒരാൾക്ക് ലാസ്റ്റ് എമർജൻസി വാരിയൽ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് കൊണ്ടാണ്. അതിൻ്റെ കൂടുതൽ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ 3ാമത്തെ എന്താ വെച്ചാൽ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ആരെ പേര് വലിയ പുറത്താൻ പറ്റില്ല. അപ്പം എനിക്കിൻ്റെ എപ്പാണോ എന്നുള്ള ബേജാറുണ്ട് ഞാൻ അവിടുന്ന് പാഞ്ഞു വന്ന. 1977 നിർമ്മിച്ച കെട്ടിടത്തിൽ ആദ്യകാലത്ത് പാസ്പോർട്ട് ഓഫീസാണ് പ്രവർത്തിച്ചിരുന്നത്. 2024 കെട്ടിടം പരിശോധിച്ച എഞ്ചിനീയറിംഗ് വിഭാഗം പൊളിച്ചു മാറ്റണമെന്ന് റിപ്പോർട്ട് നൽകി. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കെട്ടിടം സുരക്ഷിതമായതിനാലാണ് ലൈസൻസ് നൽകിയതെന്ന് മേയർ പറഞ്ഞു. അതേസമയം പുതിയ ലൈസൻസ് ആർക്കും നൽകിയിരുന്നില്ലെന്നാണ് സെക്രട്ടറിയുടെ വാദം. വാദങ്ങളിൽ നിറയെ വൈരുദ്ധ്യം. പക്ഷേ ഇത് അൺഫിറ്റാക്കിയിട്ടില്ല കെട്ടിടം. അതുകൊണ്ട് തന്നെ അതിൽ ലൈസൻസ് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്യും സമയത്തിന്. അങ്ങനെ പുതുക്കി കൊടുത്തിട്ടുള്ളതാണിത്. അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ച് മാറ്റേണ്ടതാണല്ലോ നിർബന്ധമായിട്ടും. അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം. ഇത് മാത്രമല്ല, വേറെയും കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ പൊളിച്ച് മാറ്റി പുതിയ കെട്ടിടം പണിയാൻ ഫിറ്റാണെന്ന് പറയേണ്ടത് ആരാണ് മേയർ? അത് കോർപ്പറേഷൻ തന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങും അതുപോലെ തന്നെ ആവശ്യമായി വരികയാണെങ്കിൽ PWD ഡിപ്പാർട്ട്മെൻറ്റ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയതുണ്ടാക്കാനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തത്. അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളാക്കാനുള്ള പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. നിലവിൽ പുതിയ ലൈസൻസുകൾ അവിടെ അനുവദിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസുകൾ അവിടെ തുടരുന്നുണ്ട്. പുതിയതായിട്ട് ലൈസൻസുകൾ അനുവദിക്കേണ്ടതെന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓഫർ ക്ഷണിച്ചെങ്കിലും അതിലൊരു തീരുമാനമായിട്ടില്ല. അപകടാവസ്ഥയിലായി അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്നു എന്നുള്ളത് 2024 ഒരു തീരുമാനത്തിലാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടത്തിന് പിന്നാലെ അരങ്ങേറിയത് വലിയ പ്രതിഷേധമാണ്. BJPയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രതിഷേധവുമായി കോർപ്പറേഷനിലേക്കെത്തി. മുദ്രാവാക്യം വിളികളുമായി ഇരച്ചുകയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊടിവെച്ച് പ്രതിഷേധിച്ചു.
നമുക്കിനി നാട്ടുകാരോടൊന്ന് ചോദിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? ജനങ്ങൾ എന്താണ് പറയുന്നത്? ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് 10-16ഓളം ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതിൽ ഒന്ന് ഈ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന് പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചത്, പിന്നെ എന്താ സംഭവം എന്ന് അറിയില്ല. വീഴ്ച സംഭവിച്ചിരിക്കുന്നു. 2 വർഷം മുമ്പേ ഇത് പൊളിച്ചു നീക്കണം എന്നുള്ള പരാതി ഉണ്ട്. നമ്മളിവിടെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഇവിടെ പൊളിയുണ്ട്, അകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴലുണ്ട്. അതൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് താക്കോലൊന്ന് പോയിക്കോളി എന്നുള്ള സ്റ്റൈലാണ് സംസാരിക്കുന്നത്. ഇത് ഒരുപാട് വർഷം ഇങ്ങനെ ഒരു പ്രവർത്തനം ഒന്നും ഇല്ലാതെ ആ പാസ്പോർട്ട് ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് വരാന്നല്ലാതെ പിന്നെ മെയിനൻസ് വർക്കുകളൊന്നും ചെയ്യാറില്ല. അത് ആരെങ്കിലൊക്കെ മേലെ വീണ് ഇപ്പോഴാണ് എല്ലാവർക്കും അതിന്റെ മേലിൽ ശ്രദ്ധിക്കാനുള്ള ഒരു നേരമുള്ളൂ. അത് ആരെങ്കിലും എന്തൊക്കെ സംഭവിക്കണമല്ലോ. ഇതുവരെ നമുക്ക് ആർക്കും തന്നെ ഈ ബിൽഡിംഗ് ഒന്ന് ഒഴിഞ്ഞു തരാൻ പോവാനോ അല്ലെങ്കിൽ ഇതിൽ ബിസിനസ് ചെയ്യാതിരിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല കോർപ്പറേഷൻ. മാത്രമല്ല നമ്മൾ ഇതുവരെയുള്ള വാടകയും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ. കോർപ്പറേഷന്റെ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ പൊളിച്ചു മാറ്റണം എന്നുള്ള നിവേദനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വർക്ക് നടത്തിയപ്പോൾ ഈ ശുചീകരണം, ഇതിന്റെ മുകളിലത്തെ ശുചീകരണം അതേപോലെ വർക്കുകളൊക്കെ ചെയ്ത് റെക്കോർഡിക്കലുണ്ടാവും, ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഇതിന്റെ മുകളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് ഇറങ്ങിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ 50 വർഷം പഴക്കണ്ടെന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പൊളിച്ചു മാറ്റാൻ മുന്നേ പരാതി കൊടുത്താന്ന് പറഞ്ഞതാ. പക്ഷെ അത് കോർപ്പറേഷൻ ഗവനിക്കാതെ കണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായെന്നാണ് പറയാനുള്ളത്.